നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പലർക്കും പല സംശയങ്ങളുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്തായാലും ഇന്ത്യയിലും നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലും നടപ്പിലാക്കും, ഇന്നല്ലെങ്കിൽ നാളെ. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ടീച്ചേഴ്സിനെയാണ്. അവർ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരും. ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി തന്നെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ വളരെ വലിയ രീതിയിൽ മാറാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ റോള് മാറുകയാണ്. ടീച്ചർ എന്നുള്ള റോള് മാറിയിട്ട് ഒരു ഫെസിലിറ്റേറ്ററായിട്ട് മാറും, അവരൊരു മെൻറ്ററായിട്ട് മാറും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ മാറ്റം ടീച്ചേഴ്സിന് ഇനി മാറാൻ പോകുന്നതെന്ന് പറയുന്നത്, ഈ ടീച്ചേഴ്സൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടി വരും. കുട്ടികളെ ഈ റോട്ട് മെമ്മറൈസിങ് എന്ന് പറയുന്ന കാണാതെ പഠിപ്പിക്കുന്ന ഈ രീതിയെ മാറ്റിയിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കുട്ടികളെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ടീച്ചേഴ്സിനൊരു ഇവാലുവേഷൻ കൃത്യമായിട്ട് നടത്തും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ, ടീച്ചേഴ്സിന് ഇവാലുവേഷൻ നടത്തും. ഇപ്പോൾ നിലവിൽ ടീച്ചേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ വലിയ ടൂൾസ് ഒന്നും ഇല്ല. പക്ഷേ NEP വരുന്നതോടുകൂടി ടീച്ചേഴ്സ് വളരെ വലിയ രീതിയിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യപ്പെടും. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശീലനങ്ങൾ വരും. അധ്യാപകർക്ക് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ ഒരുപാട് പരിശീലനങ്ങൾ അവർക്ക് വരും. മാത്രമല്ല എല്ലാ ടീച്ചേഴ്സും ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടെക്നോളജിയെ ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ് റൂമുകളിലും അവരുടെ പഠന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ടീച്ചേഴ്സിനെ മാറ്റിയെടുക്കും. അപ്പോൾ ടീച്ചേഴ്സ് ടെക്നോളജി ഉപയോഗിക്കാൻ തുടങ്ങും, അവർ ഫെസിലിറ്റേറ്റർ റോളിലേക്ക് മാറും. അതേപോലെ തന്നെ ഈ പെർഫോമൻസ് റിവ്യൂ നടത്തുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇനി ടീച്ചേഴ്സിന് വരാൻ പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ടീച്ചേഴ്സിൻ്റെ റോള് വളരെ വലുതാണ്. വിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ യോഗ്യത, ടീച്ചേഴ്സിൻ്റെ യോഗ്യതയുടെ കാര്യത്തിൽ തന്നെ 4 വർഷത്തെ B.Ed വരുന്നു. ഈ 4 വർഷത്തെ B.Edൽ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം. ഇപ്പോൾ നമുക്കൊരു 35 വർഷം മുമ്പുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിലവിൽ ടീച്ചേഴ്സിൻ്റെ നിയമനങ്ങളും അവരുടെ ബിരുദവും എല്ലാം നടക്കുന്നത്. പക്ഷേ പുതിയ പോളിസി വരുന്നതോടുകൂടി അത് പരിഷ്കരിക്കപ്പെടും. ഒരു പുതിയൊരു ജനറേഷന് ഏറ്റവും മികച്ച രീതിയിൽ വാർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അധ്യാപകരെ മാറ്റിയെടുക്കുക നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ഉദ്ദേശമാണ്. അത് സൂപ്പറാവും, ഒരു സംശയം വേണ്ട.